ചുട്ടുപൊള്ളുന്ന മനുഷ്യഹൃദയത്തിന് ആവശ്യം നമ്മുടെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ല, യേശുവിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത്. സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പ്രസൻസ് ഓഫ് ജീസസ്, പ്രസൻസ് ഓഫ് ഹെവൻലി ഫാദർ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ദുഃഖങ്ങൾ അകറ്റിക്കളയും, വേദനകൾ തുടച്ചു മാറ്റും, കണ്ണുനീരൊപ്പിത്തരും. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കൊതിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രാർത്ഥനാമുറി ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ. ഇനി പ്രാർത്ഥനാമുറി ഇല്ലേ? പ്രാർത്ഥനാമുറി ഇല്ലെങ്കിലും അവിടെ, ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത്. വീട്ടിലെ കാര്യമാണ് പറയുന്നത്. എല്ലാം കൂടി ഒരു മുറിയേ ഉള്ളൂ. ബെഡ്റൂമും കിച്ചണും സ്റ്റോറും എല്ലാം, ഡ്രസ്സിംഗ് റൂമും പ്രയർ റൂമും എല്ലാം കൂടി ഒന്നേ ഉള്ളോ? സാരമില്ല, അവിടെ കർത്താവ് പ്രസൻസ് തരും. മകളെ നിന്റെ അടുക്കളയിൽ കർത്താവ് പ്രസൻസ് തരും. മകനെ നിന്റെ ജോലി സ്ഥലത്ത് കർത്താവ് പ്രസൻസ് തരും. നീ മലഞ്ചെരുവിലൂടെ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണോ? മോനെ, നീ റബ്ബർ തോട്ടത്തിലൂടെ പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവ് തൻ്റെ സാന്നിധ്യം നിനക്ക് തരും. പാടത്ത് പണിയെടുക്കുന്നവരെ പാടത്ത് കർത്താവ് സാന്നിധ്യം തരും. എവിടെയും തൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരെ സാന്നിധ്യം കൊണ്ട് മൂടുന്നവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ യേശു ജീവിക്കുന്നു, യേശു വന്ന് നിന്നു. അതൊരു ഭാഗ്യമാണ്. യേശു നമ്മുടെ കൂടെ നിൽക്കണം, യേശു നമ്മുടെ കൂടെ നടക്കണം, യേശു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ദാഹം. യേശു വരും. യേശുവിനെ നിങ്ങൾക്കൊന്ന് വിളിക്കാമോ? യേശുവേ, അവിടുന്ന് ഒന്ന് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ.